ഹരിയാനയിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഹരിയാനയിൽ ഈദ് അവധി റദ്ദാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വർഷത്തെ ഈദ് അവധി 2024-25 സാമ്പത്തിക വർഷത്തിന്റെ അവസാനം കണക്കിലെടുത്ത് റദ്ദാക്കി എന്നാണ് ഹരിയാന സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഹരിയാനയിൽ കാരണമായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാർച്ച് 31 സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസമായതിനാൽ ഈ ദിവസം അവധി ദിവസമായി അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് ഹരിയാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈദ് അവധി നിയന്ത്രിത അവധിയാക്കിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എല്ലാവരും ഓഫീസുകളിൽ എത്തണം. സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അതുപോലെ പ്രവർത്തിക്കും. നിയന്ത്രിതമായി നിങ്ങൾക്ക് ഈദ് അവധി എടുക്കാം എന്നും സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. ചീഫ് സെക്രട്ടറി അനുരാഗ് റെസ്തോഗി പുറത്തിറക്കിയ ഔദ്യോഗിക കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാർച്ച് 29-30 തീയതികളിലെ വാരാന്ത്യ അവധി ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നടപടി സ്വീകരിച്ചതായും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ മാർച്ച് 31 സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസമായതിനാൽ ഈദ് അതിന് നിയന്ത്രിതമായിട്ടുള്ള അവധിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഹരിയാനയിലെ മുസ്ലിം സമൂഹത്തിന്റെ ജനസംഖ്യ ഏകദേശം 6%. നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആ ദിവസം നിയന്ത്രിതമായി അവധി എടുക്കണമെന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അവകാശപ്പെട്ടിരിക്കുന്നത്. 6% എന്ന് പറയുമ്പോൾ ഏകദേശം 18 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് ഹരിയാനയിലുള്ളത് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. പ്രധാനമായും 8 പോയിന്റുകളാണ് ഈ ഹരിയാനയിൽ ചീഫ് സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്ന ഈ ഔദ്യോഗികമായിട്ടുള്ള കത്തിൽ പറയുന്നത്. എന്തായാലും മേവാത് മേഖലയിലെ ഫിറോസ്പൂർ, ജിർഖ, പുൻഹാന, ന്യൂ ഹാത്തിൻ, സോഹ്ന തുടങ്ങി നിയമസഭാ സീറ്റുകളിൽ മുസ്ലിം ജനസംഖ്യയുടെ ആധിപത്യമുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള MLA-മാരെല്ലാം തന്നെ ഇതിനെതിരെ വമ്പൻ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്നുള്ള ഒരു പ്രധാന സാഹചര്യം കൂടെ ഇപ്പോൾ നിലവിലുണ്ട്. വടക്കൻ ഹരിയാനയിലെ യമുനാനഗർ, സധൌര, ജഗാദ്രി സീറ്റുകളിലും ഈ സാന്നിധ്യമുണ്ട്. മേവാത് മേഖല ഡൽഹിയുടെയും രാജസ്ഥാന്റെയും അതിർത്തിയോട് ചേർന്നതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യങ്ങളിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത സർക്കാർ ഇപ്പോൾ കണക്കിലെടുക്കുന്നുണ്ട്. എന്തായാലും ഭരണപരമായ തയ്യാറെടുപ്പുകൾക്ക് ഊന്നൽ കൊടുക്കുന്നതാണ് നമ്മുടെ സർക്കാർ എന്നാണ് കൃത്യമായി ഇപ്പോൾ ഹരിയാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹരിയാന സർക്കാർ ഈ ജനങ്ങളോട്, അതായത് അവിടെയുള്ള മുസ്ലിങ്ങളോട് ഒരു റിക്വസ്റ്റ് എന്ന രീതിയിലാണ് നിലവിൽ, അതായത് ഇപ്പോഴുള്ള സാഹചര്യം വരെ ഈ കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.